ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതേ ഈ വർഷത്തെ ഒഫീഷ്യൽ ഞങ്ങൾക്ക് സ്നോഫോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലായിടത്തും സ്നോ വീണ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചായിരുന്നു എന്തുകൊണ്ട് സുണ്ടറിൽ മാത്രം സ്നോ വീഴുന്നില്ല. അതെ കണ്ടോ, ഫുള്ള് സ്നോഫോളാണ്. അപ്പം ഞാനും ആമിയും കൂടി കുറേ നേരം എൻജോയ് ചെയ്തത്. ഞാൻ ആമിക്ക് നഴ്സറി പോകണമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു 8 മണി തൊട്ടാണ് കേട്ടോ. അഭി രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പെയ്യുന്നില്ലായിരുന്നു, ഇപ്പോഴാണ് പെയ്തത്. 8 മണി തൊട്ട് സ്നോഫോളാണ്. അങ്ങനെ ഇത് നമുക്കും കിട്ടി സ്നോഫാള് അല്ലേ ആമി? കൊറേ ദിവസമായി അല്ലേ UK എല്ലായിടത്തും മഞ്ഞ് വീണായിരുന്നു. പക്ഷെ നമുക്ക് മഞ്ഞ് വീഴ്ച കിട്ടിയില്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെ ഫ്രോസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ആമി മഞ്ഞ് തൊട്ട് നോക്കിക്കേ. ഇതേ മമ്മിയുടെ ഉടുപ്പിൽ നോക്ക്. ഇത് കണ്ടോ? ഞങ്ങളിപ്പോ ആമി നഴ്സറി പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടാ. ഈ മഞ്ഞത്ത് വേണം നഴ്സറിയിൽ പോവാൻ. ഓടണ്ട ഇങ്ങോട്ട് വാ. സ്നോമാനെ ആക്കണോ? സ്നോമാനെ ആക്കാൻ മാത്രം മഞ്ഞ് വീണില്ലല്ലോ. ആമി സ്കൂളിൽ പോയിട്ട് ആമി നഴ്സറി പോയിട്ട് തിരിച്ചു വരുമ്പോ ആക്കാം സ്നോമാനെ. ഓക്കെ, ആമിക്കുട്ടീനെയും കൊണ്ട് നഴ്സറി പോവാണ് കേട്ടോ. ഒരു വിധത്തിൽ പ്രാമല് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇത് നോക്കിക്കേ. വാ ആമി, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നെ വാ അടച്ചു വെച്ചേക്കുവാണോ? ഇത് നോക്കിക്കേ ആമിക്കുട്ടീനെ. തണുക്കുന്നുണ്ടോ ഉത്തേ? ആമിനെ നോക്കിയാ ഫുള്ള് പൊതിഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. ഭയങ്കര മഞ്ഞാന്ന്. അപ്പൊ ഞാനും ആമയും കൂടി സ്നോഫോളൊക്കെ എൻജോയ് ചെയ്ത് നഴ്സറിയിലൊക്കെ പോയിട്ട് ആമീനെ നഴ്സറിയിലാക്കിയിട്ട് വന്നതാണ്. അപ്പൊ ഇതുവരെ നിന്നിട്ടില്ല. ഇത് കണ്ടോ, എനിക്ക് ഇങ്ങനെ ഈ വീടിന്റെ മേൽക്കുരയുടെ മുകളിൽ ഇങ്ങനെ ഈ മഞ്ഞ് കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇത്രയും പോരെ നല്ല കട്ടിക്ക് വേണം. കട്ടിക്ക് പെയ്താല് ഓരോരുത്തർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കാണാൻ നമുക്കൊരു രസമാണല്ലോ. ഇപ്പൊ ഇതേ സ്നോ വീഴ്ച കുറച്ച് അധികം കൂടി കേട്ടോ. നോക്കിക്കേ, അഭി ഡ്യൂട്ടി ആയിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്യായിരുന്നു. കണ്ടോ? വാ, അപ്പുറത്തുനിന്നൊക്കെ കാണുന്നവർ വിചാരിക്കുമായിരിക്കും ഈ കൊച്ചു ആദ്യമായിട്ട് സ്നോ കാണുന്നതാണ്. എത്ര കണ്ടാലും നമുക്ക് ആദ്യം ഓരോ വർഷവും ആദ്യം സ്നോഫോൾ വീഴുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അത് കണ്ടോ, ആമിക്കുട്ടി ഇതേ നഴ്സറി കഴിഞ്ഞ് തിരിച്ചെത്തിയത്. അന്നേരത്തേക്ക് സ്നോഫോളൊക്കെ പോയി ഇതേ ആകാശത്തിൽ തെളിഞ്ഞു വന്നു. പക്ഷെ സ്നോ ഇവിടെ കിടപ്പുണ്ട്. ആമി എപ്പോഴും നമ്മൾ സ്നോ വരുന്നവർ പറയുമ്പോൾ മമ്മി നമുക്ക് സ്നോ എടുക്കാന്ന് അതുകൊണ്ട് ഇപ്പൊ ഇതേ ആമിയെ ശരിക്കും സ്നോ എടുത്തു. ആമി സ്നോ കളക്ട് ചെയ്യുവാണോ? എന്തിനാ? എന്നിട്ട് സ്നോമാനെ ആക്കുവോ? ഓക്കേ, ഇങ്ങനെ ആക്കുവോ? കൊറേ കളക്ട് ചെയ്തിട്ട് മമ്മിയും കൂടണോ? ഐസ്ക്രീമോ? വാ, അങ്ങനെ ഇതേ നമ്മുടെ ആമിക്കുട്ടി ആദ്യമായിട്ട് ഒരു സ്നോമാനെ ആക്കി. എന്റെ ആമിനെ സ്നോമാൻ ഇരിച്ചു കാണുമ്പോ ഒരു ഇനി ബിഗ് സ്നോമാനെ ആക്കണോ? ഓക്കെ, ഇത് സ്മോൾ സ്നോമാൻ ആണോ? ഡാഡിക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഡാഡി വരുമ്പോ? ഡാഡി പണ്ടാക്കിയായിരുന്നു ഇങ്ങനെ സ്നോമാനെ. വലിയ ഡാഡിനെ ആക്കണോ?
എല്ലാരും ആക്കാം നമുക്കല്ലേ? ഓക്കെ, അമ്മേനെ ആക്കാം. അപ്പൊ ജസിമ്മേന്റെ ലാലിപ്പേന് എല്ലാരും ആക്കാം. ചേച്ചീനെയാ, കുട്ടൂനെയാ, ആന്റീനെ, അങ്കിളിനെ, ജോസ് അങ്കിളിനെ. നഴ്സറിന്ന് വന്നിട്ട് അകത്ത് കയറിയില്ല കേട്ടോ ഇതുവരെ. പ്രാമ ഉള്ളിൽ വെച്ചിട്ട്, പക്ഷെ പ്രാമ പുറത്തുതന്നെ ഇരിക്കുവാന്ന്. കളയല്ലേ, ഡാഡി വരുമ്പോ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഇതാ ഞങ്ങള് സ്നോയിലെ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അബി എത്തി കേട്ടാ. അബിക്ക് ഞങ്ങളുടെ സ്നോമാനെ കണ്ടോ പുറത്ത്? ചെറുതായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാണെങ്കിലും കൊറേ നേരം കളിച്ചു. പക്ഷെ ഇത് പ്രതീക്ഷിക്കാത്ത കിട്ടിയ സ്നോഫോൾ ആയിരുന്നു. ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിയപ്പോ ഉണ്ട് ഫുള്ള് മഞ്ഞ്. ഞാനത് അവിടെ ആമസോണിൽ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നന്നായിട്ട് വീഴുന്നുണ്ട്. അന്നേരം നീ വിളിച്ചായിരുന്നു തന്നെ, നല്ലോണം വീഴുന്നുണ്ട്. അന്നേരം ഞാൻ നോക്കി പുറത്ത്. അവിടെ ഇത്ര ശക്തമായിട്ട് വീണില്ല. സാധാരണ അബി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അബി വന്ന് വിളിച്ചെന്നെ എഴുന്നേപ്പിക്കാറ് സ്നോ വീഴുന്നെന്നും പറഞ്ഞ്. രാവിലെ നല്ല ഫ്രോസ്റ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. നമുക്ക് ആ ഒറ്റ തവണ മഞ്ഞ് കിട്ടിയതുള്ളൂ കേട്ടോ. ബാക്കി അങ്ങോട്ട് നോർത്ത് വെയിൽസ് ബാക്കിയുള്ള അങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല പ്രോൺസ് ബിരിയാണി ആക്കിയിട്ടുണ്ട് ഞാൻ. പ്രോൺസ് ബിരിയാണിയാ? അപ്പൊ ഇത് പ്രോൺസ് ബിരിയാണി കൈ കൊടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. സെറ്റപ്പ് ആണല്ലോ. കുഴപ്പമില്ലല്ലോ. ഫ്രൈ ചെയ്തില്ല, അങ്ങനെ ഇട്ടതാണ്. അതെ, അങ്ങനെ ഇടുന്ന എനിക്ക് ഇഷ്ടം. ഫ്രൈ ചെയ്ത എനിക്ക് ഫ്രൈ ചെയ്യുമ്പോ എന്താ എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രൈ ചെയ്യുന്ന കൂടി പോന്നു തോന്നുന്നു. അങ്ങ് ഒരഞ്ഞു കൊലങ്ങി അങ്ങ് പോവല്ലേ. മാത്രല്ല അത് ഒരുമാതിരി ഓണക്കച്ചമ്മീൻ പോലെ ആവും ലാസ്റ്റ്. ഇതില്ല, ഈ കൈമ റൈസ് ഒരു സംഭവം തന്നെ കേട്ടോ. അയ്യോ, ആ ബിരിയാണിക്ക് വേറെ ലെവല് ടേസ്റ്റ് ആയി വരും. ലെവല് ടേസ്റ്റ് മാറും. നമ്മള് ബസുമതി യൂസ് ചെയ്യുന്നതിനേക്കാളും അല്ലേ എത്ര ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. കൈമ റൈസ് ഒരു സംഭവം തന്നെ. ഇതേ ഫുഡെല്ലാം കഴിച്ചു വന്നു. അപ്പൊ ഇവിടെ എഡിറ്റിങ്ങിലാണ്. മിന്നുവിന്റെ അമ്മയുടെ സ്നോമാനെ കണ്ട് ഞെട്ടിങ്ങി പോയിട്ടാ ഞാൻ. അതിപ്പോ ഫുള്ളായിട്ട് കാണാലോ. അത് ശരിയാന്നല്ലേ, അത് ഓൾറെഡി ഒരു കണ്ടിട്ടുണ്ടാവല്ലോ. അതെ, മറ്റേ അമ്മ പോയപ്പോഴത്തേക്കും ഈ റൂം അബി എടുത്തോട്ടാ. ഈ റൂം ഞാനിങ്ങനെ ചൂണ്ടി അബി എഡിറ്റിങ്ങിനും ഇതൊക്കെ ആയിട്ട്. അങ്ങനൊന്നും ഇല്ല, ജസ്റ്റ് ഇത് ഇവിടെ ഉണ്ടായിരുന്നേ, ഇത് മറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇത് മാറ്റിന്നുള്ളൂ. വേറൊന്നും ചെയ്തില്ല, എന്നാലും പറഞ്ഞാന്ന്. ആകെ ഞാൻ എന്റെ കുറച്ച് കാറുകൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. നോക്ക് നോക്ക്, കാറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാന്ന്. ഇത് അടിപൊളി സാധനല്ലേ ഇത്. ഇത് നല്ലൊരു ഷെൽഫാട്ടാ. ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ക്ലോസ് ആയി നല്ലൊരു ഇതാ. സെറ്റപ്പ് സാധനം ഇത്. അപ്പൊ ടേബിള് മേടിക്കും വേണ്ട അല്ലേ? അത് മാത്രല്ല ഇതിങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ. അതായത് ഇപ്പൊ പുതിയ പുതിയ വീടുകളിൽ ഇപ്പൊ ഭയങ്കര പലതരം ഇൻവെൻഷനുകൾ വരുന്നുണ്ടല്ലോ. ചിലപ്പോ ഇങ്ങനത്തെ ഓൾറെഡി ഉണ്ടാവും, എന്നാലും അല്ല ഇത് ഓൾറെഡി ഉള്ളതാ. ഇത് എത്ര ഉണ്ട് പണ്ടെങ്കിൽ അല്ല ഇങ്ങനത്തെ ടേബിള് ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം അടിക്കാൻ പറ്റുന്ന. പിന്നെ അങ്ങനെയാണ് സാധനം. ഇവിടെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് അടിച്ച് ഇത് അടച്ചു വെക്കും. അതിന്റെ ആന്ന് തോന്നുന്നു, കാരണം അതിന്റെ ഇതൊക്കെ കണ്ട സെറ്റപ്പ് ഉണ്ട് അവിടെ. ഇത് കണ്ടില്ലേ അവിടെ കുപ്പി വയ്ക്കുന്നത്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയത്. ആർക്കറിയാം. ഇത് നമ്മളിങ്ങനെ ആക്കി. അതുപോലെ മേക്കപ്പ് സെറ്റുകള്, പഠിക്കാനുള്ള ടേബിളും ആക്കാല പിള്ളേർക്ക്, സ്റ്റഡി ടേബിള്, അങ്ങനെ ഒരു സെറ്റപ്പ് ആയത്. ഇത് ഈ വീട്ടിലാട്ടെ. ഇത് പോകുമ്പോ നമുക്ക് തൂക്കിയാലോ? തൂക്കാം. ഇത് പോലീസ് ഒന്ന് തൂക്കൂന്ന് തൂക്കിയല്ലോ നാദാന്ന് പറഞ്ഞു. ക്ലീൻ ചെയ്തപ്പോ ഇവിടെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എടുത്ത് കളഞ്ഞാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊരു പഴയ സാധനം. നമ്മള് പുതിയ വീട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാനൊന്നും കൊള്ളത്തില്ല. മീൻസ് ഇതൊരു സെറ്റപ്പ് കൊച്ചിനെ സ്റ്റഡി ടേബിളൊക്കെ ആക്കി വെക്കാം അല്ലേ? അത് ഇത് കൊടുക്കണം. എന്നാ പറയുന്ന എന്നാ ട്രാൻസ്. മനസ്സിലായി. പക്ഷെ ഇതുണ്ട്, ഇത് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഡ്രോയറൊക്കെ തുറക്കണ ഇച്ചിരി പറ്റില്ല. മീൻസ് തുറന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ. അവിടെയൊന്നും വെക്കരുത് അല്ലേ? അല്ല, അത്യാവശ്യം വേണ്ട സാധനം ഇവിടെ തന്നെ വെക്കാം. അതിനുള്ള സെറ്റപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടിപൊളി ഒരു സ്നോ, ചെറിയൊരു സ്നോ ആണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് ആമി മിന്നു എൻജോയ് ചെയ്തു. എനിക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതെ, അബി ഡ്യൂട്ടിയിലായതുകൊണ്ട്. കഴിഞ്ഞ തവണ നമ്മളെപ്പോഴും ഈ വിന്റർ ക്യാമ്പിങ്, വിന്റർ പരിപാടികളൊക്കെ ഭയങ്കരത്തിൽ ആഗ്രഹിക്കുന്ന ടീം. ആ സമയമാകുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ ലീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആമിക്ക് എന്തെങ്കിലും പനി പിടിക്കും. പല സാഹചര്യങ്ങളും കൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കാറില്ല. ഇനി അടുത്ത വർഷം എങ്കിലും സാധിക്കട്ടെ. ഈ വർഷം ഇപ്പൊ കഴിഞ്ഞു പോയില്ല, ഇനി ഉണ്ടാവും മഞ്ഞൊക്കെ. ഇവിടെ ഉണ്ടാവൂല, അങ്ങോട്ട് വെയിൽസ് അല്ലെ സ്കോട്ട്ലാൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമാണ് സ്കോട്ട്ലാൻഡിലൊക്കെ കാണാൻ.
പോണം ഒരു തവണ സ്നോഫോൾ ഒക്കെ ഉള്ളപ്പോ. സ്നോഫാൾ ഉള്ളപ്പോ സ്കോട്ട്ലാൻഡ് NC500 ഒന്ന് പോകണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വണ്ടി കൊണ്ട് നടക്കൂല. ഓടി ആടെ തിരിച്ചു വരാനുണ്ടാവും. പറഞ്ഞു ഡാഡി സ്നോമാന്റെ കാര്യം കേട്ടോ. സ്നോമാന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്താന്നറിയോ, ആമി എപ്പോഴും നമ്മള് പുറത്തിറങ്ങണ്ടടി ഇപ്പൊ സ്നോ എന്ന് പറയുമ്പോ ആമി അന്നേരം ആമിയുടെ മറ്റേ കുന്തവും കൂടെ ചക്കരായിട്ട് വരും. ആണോ സ്നോ വാരാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്നോ വന്നു കഴിഞ്ഞപ്പോ കൊച്ചിനെ എന്താണെങ്കിലും ഒന്ന് വാരിച്ചേക്കാം. അതെല്ലാം നന്നായി, ആള് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങളും ഇവിടെ ഉള്ളവരൊക്കെ ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാണ്. അമ്മ നാട്ടിൽ പോയി, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് കാണാം. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കോസ്കോയിൽ പോയി കുറെ കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും.